എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ റവ കൊണ്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മധുരമുള്ളൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി എന്തായിരുന്നാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് 6 ടേബിൾ സ്പൂൺ റവ. ഇത് ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പാല്, തിളപ്പിച്ച പാലാണ്. നെയ്യ്, കുറച്ച് തേങ്ങ ചിരകിയെടുത്തത്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, മിൽക്ക് മെയ്ഡ്. ആദ്യം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രൈയിങ് പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഒരു മിക്സിയിലേക്കിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം, ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഫ്രൈയിങ് പാനിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കളർ ഒട്ടും ചേഞ്ച് ആവണ്ട, വെള്ള കളറിൽ തന്നെ ഇരിക്കത്തക്ക രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതാണ് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി മാറ്റി വയ്ക്കാം. നമ്മൾ ആ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതും മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. എന്ന് വെച്ചാൽ ഇത് കളറൊന്നും ചേഞ്ച് ആവാണ്ടിരിക്കുക, നമുക്ക് വെള്ള കളറിൽ തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബാക്കി 1.5 കപ്പ് പഞ്ചസാര ഞാൻ ആ തിളപ്പിച്ച് വെച്ച പാലിലേക്കിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് തന്നെ ഇടാം, അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് പാലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് നമ്മൾ മൂന്ന് തവണയായിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതായത് ആദ്യം ഒരു തവണ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ബാക്കിയുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാലൂടെ മിച്ചമുണ്ട്. അപ്പോൾ അതൊന്ന് കുറുകി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 1.5 കപ്പ് പാലും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ബോൾസ് ആക്കുകയാണ് ചെയ്യുന്നത്. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം വേണം ഇത് ബോൾസ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചാരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ പൗഡറിലേക്ക് ഡിപ്പ് ചെയ്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം ഇപ്പോൾ റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കണ്ട. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.